ബൈനറി ഓപ്പറേഷൻ്റെ തിയറി പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് പോവാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് സ്റ്റാർ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ ഗിവൺ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു 3a സ്ക്വയർ മൈനസ് പി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 സ്റ്റാർ 3. 2 സ്റ്റാർ 3 വാല്യൂ കാണാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം എ സ്റ്റാർ ബി എന്താ തന്നിട്ടുള്ളത്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ മൈനസ് ബി അല്ലേ? അപ്പോൾ വാട്ട് ഈസ് 2 സ്റ്റാർ 3? ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് 2 സ്റ്റാർ 3 കാണുക? 3 ഇൻറ്റു എക്ക് പകരം 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 സ്ക്വയർ അല്ലേ? മൈനസ് ബിയുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 4 ഇൻറ്റു 3 12 മൈനസ് 9. 12 മൈനസ് 3 ഈക്വൽ ടു 9 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 2 സ്റ്റാർ 3 ഈസ് ഈക്വൽ ടു 9. ഇതാണ് ഫസ്റ്റ് ഭാഗം ചോദിച്ചത്. സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചത്? കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചത്. എന്താ കമ്മ്യൂട്ടേറ്റിവിറ്റി? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും. എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയുക? എ സ്റ്റാർ ബി എടുത്ത് കിട്ടുന്നതും ബി സ്റ്റാർ എ എടുത്ത് കിട്ടുന്നതും സെയിം ആണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വാട്ട് ഈസ് എ സ്റ്റാർ ബി? 3a സ്ക്വയർ മൈനസ് ബി ആണ്. വാട്ട് ഈസ് ബി സ്റ്റാർ എ? ഇതുപോലെ ബി സ്റ്റാർ എ എഴുതിയാൽ എങ്ങനെയാണ് വരിക? 3b സ്ക്വയർ മൈനസ് എ എന്നാണ് വരിക അല്ലേ? 3b സ്ക്വയർ മൈനസ് എ എന്നാണ് വരിക. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? 3a സ്ക്വയർ മൈനസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു 3b സ്ക്വയർ മൈനസ് എ. രണ്ടും സെയിം അല്ല. Therefore, A star B is not equal to B star A. അപ്പോൾ A star B യും B star A യും ഈക്വൽ അല്ല. Hence, it is not commutative. Not commutative. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Let star be a binary operation defined on n cross n. What is n cross n? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ് n എന്ന് പറയുന്നത്. ഗിവൺ ബൈ എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു എ പ്ലസ് സി ബി പ്ലസ് ഡി. ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് സ്റ്റാർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഐഡന്റിറ്റി എലമെന്റ് കാണാനാണ് പറഞ്ഞത്. എന്താണ് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുക? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ വേണം അല്ലേ? ദെൻ ഈക്വൽ ടു ഇ സ്റ്റാർ എ. ഇതാണ് ഐഡന്റിറ്റി എലമെന്റ് കിട്ടാനുള്ള കണ്ടീഷൻ. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ, ദെൻ ഇ ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എ ബിയുടെ ഒരു ഐഡന്റിറ്റിയാണ് എ ബി സ്റ്റാർ. ഇ എഫ് ആണ് ഐഡന്റിറ്റി എന്ന് വിചാരിക്കുക അല്ലേ? ഇ എഫ് ആണ് ഐഡന്റിറ്റി എങ്കിൽ എ ബിയുടെ ഐഡൻറ്റിറ്റിയാണ്, ഈ ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ഈ ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇ എഫ് എങ്കിൽ എന്ത് വരും? എ ബി എന്നിവിടെ വരണ്ടേ? അങ്ങനെയല്ലേ വരിക? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. ഈ ഐഡൻറ്റിറ്റി ആണെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ വരണം. അതുപോലെ എ ബി സ്റ്റാർ ഇ എഫ് ഇസ് ഈക്വൽ ടു എ ബി എന്ന് വരണം. പക്ഷേ നമ്മുടെ ഓപ്പറേഷൻ പ്രകാരം എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് എ പ്ലസ് സി ബി പ്ലസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു എ പ്ലസ് സി ബി പ്ലസ് ഡി എന്നാണ്. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ എങ്ങനെ എഴുതുക? എ പ്ലസ് സി അല്ലേ? പിന്നെന്താ വരിക? ബി പ്ലസ് എഫ്, പി പ്ലസ് എഫ് എന്ന് വരും. ഇങ്ങനെയല്ലേ വരിക? ഈക്വൽ ടു എ ബി എന്ന് വരും അല്ലേ? അങ്ങനെ നോക്കുന്നേരം ഇവിടെ എ പ്ലസ് സി എ ആണ്. എ പ്ലസ് സി ഈക്വൽ ടു എ. ബി പ്ലസ് എഫ് എന്താണ്? ബി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ? ഇവിടെ എന്തായിരിക്കും വരിക? 0 ആണ് വരിക അല്ലേ? എ പ്ലസ് 0 ആണ് എ, ബി പ്ലസ് 0 ആണ് ബി. എഫ് എന്താ വരിക? 0 ആണ്. അപ്പോൾ ഇ എഫ് എന്താ വരിക? വാട്ട് ഈസ് സി എഫ് ആണ് നമ്മൾ ഐഡൻറ്റിറ്റി ആണെന്ന് വിചാരിച്ചത്. 0 0 എന്ന് വരും അല്ലേ? അപ്പോൾ 0 0 ആണ് ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഐഡൻറ്റിറ്റി ഇവിടെ കിട്ടുമോ? എൻ ക്രോസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 1 എന്നല്ലേ? അപ്പം ഒരിക്കലും 0 0 എന്തിലുണ്ടാവില്ല?
ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് n ക്രോസ് n. അല്ലേ? അപ്പം ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഓപ്പറേഷന് ഐഡന്റിറ്റി ഇല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? എ സ്റ്റാർ ഈക്വൾ ടു എ ഈക്വൾ ടു ഇ സ്റ്റാർ എ, ഇതാണ് ഐഡന്റിറ്റി കിട്ടാനുള്ള കണ്ടീഷൻ. അപ്പോൾ എ ബി എന്ന പേരിൻ്റെ ഈ ഓപ്പറേഷൻ്റെ ഐഡന്റിറ്റി ഇ എഫ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ബി സ്റ്റാർ ഇ എഫ് എന്ന് പറയുന്നത് എന്താ വരിക? എ ബി ആണ് വരേണ്ടത്. എ സ്റ്റാർ ഈക്വൾ ടു എ ആകുമ്പോൾ ഈ ഓപ്പറേഷൻ പ്രകാരം ഇതിനെങ്ങനെ എഴുതാം? അപ്പോൾ എ പ്ലസ് ഈക്വൾ ടു എ, ബി പ്ലസ് എഫ് ഈസ് ഈക്വൾ ടു ബി. അപ്പോൾ ഇൻ്റെ വില 0, എഫിൻ്റെ വില 0 എന്ന് കിട്ടി. അപ്പോൾ 0 0 വരുന്നത് n ക്രോസ് എന്നിലെ എലമെൻ്റ് ആയിരിക്കില്ല. ദർഫോർ ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എ സ്റ്റാർ ബി ഈസ് ഈക്വൾ ടു എ ബി സ്ക്വയർ. എന്തായിരുന്നു ബൈനറി ഓപ്പറേഷൻ്റെ ഐഡന്റിറ്റി എലമെന്റ് കാണാനുള്ള ഫോർമുല? എ സ്റ്റാർ ഇ ഈക്വൾ ടു എ ഈക്വൾ ടു ഇ സ്റ്റാർ എ. അല്ലേ? ഇതാണ് ബൈനറി ഓപ്പറേഷൻ്റെ ഐഡന്റിറ്റി എലമെന്റ്. എ സ്റ്റാർ ഇ ഈക്വൾ ടു എ ആയിരിക്കണം, തിരിച്ചും ആയിരിക്കണം. ഇ സ്റ്റാർ എ ഈക്വൾ ടു എ ആയിരിക്കണം. എങ്കിലാണ് ഈ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആകുന്നത്. ഇവിടെ നോക്കുക, എ സ്റ്റാർ ബി ഈസ് ഈക്വൾ ടു എ ബി സ്ക്വയർ എന്നാണ് തന്ന ഓപ്പറേഷൻ. ഈ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ എ സ്റ്റാർ ഇ എന്താ വരിക? എ എന്ന് വരണ്ടേ? എ സ്റ്റാർ ഇ ഈക്വൾ ടു എ. വട്ട് ഈസ് എ സ്റ്റാർ ഇ? എ ഇ സ്ക്വയർ. എ ഇ സ്ക്വയർ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ എ സ്റ്റാർ ഇ ആണെങ്കിൽ എ ഇ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ ഇ സ്ക്വയർ ഈക്വൾ ടു എ എന്ന് കിട്ടി. അപ്പോൾ ഇ സ്ക്വയർ ഈക്വൾ ടു 1 എന്ന് കിട്ടി. അപ്പം എന്ത് കിട്ടി? ഇൻ്റെ വില 1 എന്ന് കിട്ടി. അല്ലേ? ഐഡന്റിറ്റി എലമെന്റ് ഇ ഈസ് ഈക്വൾ ടു 1 അങ്ങനെ കിട്ടി. എന്നാൽ തിരിച്ചെടുക്കുമോ? തിരിച്ചെടുത്ത് നോക്കുക. ഇ സ്റ്റാർ എ ഈക്വൾ ടു എന്ത് വരണം? എ വരണം. അല്ലേ? വാട്ട് ഈസ് ഇ സ്റ്റാർ എ വിത്ത് ദിസ് ഡെഫിനിഷൻ? വിത്ത് റെസ്പെക്ട് ടു ദിസ് ഡെഫിനിഷൻ ഇ എ സ്ക്വയർ എന്നാണ് വരിക. അല്ലേ? എ ബി സ്ക്വയർ എന്നല്ലേ വരുന്നത്? അപ്പോൾ ഇ എ ആണെങ്കിൽ ഇ എ സ്ക്വയർ ഈക്വൾ ടു എ എന്ന് വന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ എ കട്ട് ചെയ്തു പോയി. അപ്പം ഇ എ ഈസ് ഈക്വൾ ടു എന്ത് കിട്ടി? ഇ എ ഈസ് ഈക്വൾ ടു 1 എന്ന് കിട്ടി. അല്ലേ? അപ്പോൾ ഇ എന്താ കിട്ടുക? ഇ ഈസ് ഈക്വൾ ടു 1/a എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഇത് രണ്ടും സെയിം അല്ലല്ലോ, രണ്ടും സെയിം അല്ല. അപ്പം അങ്ങനെ വരുമ്പം എന്തല്ല, ഈ പിന്നെ ബൈനറി ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പം നമ്മൾ പറയും ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. അല്ലേ? അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് ഈ കണ്ടാൽ പോരാ, തിരിച്ചും ചെയ്തു നോക്കണം. അങ്ങനെ കിട്ടുന്ന ഈ സെയിം ആണെങ്കിൽ മാത്രമേ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ പ്ലസ് സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് ആണ്, പോസിറ്റീവ് റാഷണൽസ്, ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ 6. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് 9 വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. 9 ഇൻവേഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് എന്താണ്? ഓപ്പറേഷൻ ഏതാണ്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ 6 ആണ്. എ ബി ബൈ 6. അപ്പോൾ ഈ ഓപ്പറേഷന് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ് കാണണം. കാരണം എന്താണ്? ഇൻവേഴ്സ് കാണണമെങ്കിൽ എയുടെ ഇൻവേഴ്സാണ് ബി എങ്കിൽ അവ എന്തായിരിക്കണം? അവിടെ ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഇ ആയിരിക്കണം. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആണെങ്കിലാണ് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഈക്വൽ ടു ബി സ്റ്റാർ എ എന്നാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ആദ്യം കിട്ടണം? ഇതിൻ്റെ ഈ ഓപ്പറേഷൻ്റെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണെന്ന് ആദ്യം കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് കരുതുക. അപ്പോൾ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി?
എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഇങ്ങനെ കിട്ടണം. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഇതാണ്. അപ്പോൾ ഈ ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. അപ്പോഴെന്താ വരിക? ഈ ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ എഴുതാം? എ ഇ ബൈ 6. എ സ്റ്റാർ ബി എ ബി ബൈ 6. അപ്പോൾ എ സ്റ്റാർ ഇ എ ഇ ബൈ 6 ഈക്വൽ ടു എ. അപ്പം എന്ത് കിട്ടി? എ ഇ ഈസ് ഈക്വൽ ടു 6a എന്ന് കിട്ടി. ഇ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി അല്ലേ? ഇ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ആ തിരിച്ചെടുത്താലും അങ്ങനെയാണ് കിട്ടുക. ബി സ്റ്റാർ ഇ സ്റ്റാർ എ ഈക്വൽ ടു ആണെങ്കിലും സിമിലർലി ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിലും ഇന്റെ വാല്യൂ എന്ത് തന്നെയാണ് കിട്ടുക? 6 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ് 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇൻവേഴ്സ് കാണണം. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആണ്. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ. എ സ്റ്റാർ ബി എന്താ? എ ബി ബൈ 6. എ ബി ബൈ 6 ഈക്വൽ ടു വാട്ട് ഈസ് ഇ? ഇ എന്താ? 6 ആണ്. അപ്പോൾ എ ബി എന്താ കിട്ടുക? 36 അല്ലേ? അപ്പോൾ എന്താ? ബി ഇൻവേഴ്സ് ആണെങ്കിൽ ബി എന്താ വരിക? 36 ബൈ എ. ബിൻ്റെ വില 36 ബൈ എ ആണ് വരിക. ഇനി തിരിച്ചെടുത്താലും ബി സ്റ്റാർ എടുത്താലും എങ്ങനെയാണ് വരിക? ബി സ്റ്റാർ എടുത്താൽ ബി എ ബൈ 6 ആണ്. അപ്പോൾ ബി എ ബൈ 6 ഈക്വൽ ടു 6. അപ്പോഴും കിട്ടുക ബിൻ്റെ വില 36 ബൈ എ തന്നെയാണ് കിട്ടുക. ഏത് വാല്യൂവിൻ്റെയാണ് ചോദിച്ചത്? ഇൻവേഴ്സ് ഓഫ് 9. 9ൻ്റെ ഇൻവേഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് ദ എലമെൻറ്റ് 9 ഈസ് ഈക്വൽ ടു 36 ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ ഓപ്പറേഷൻ പ്രകാരം 9ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. അപ്പോൾ നോക്കുക, എന്നിട്ട് പറയാം, ഇവിടെ തന്ന ഓപ്പറേഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 6 ആണ്. എന്താ കാണാൻ പറഞ്ഞത്? 9ൻ്റെ ഇൻവേഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. ഇൻവേഴ്സ് ഓഫ് 9 വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ. അപ്പോൾ എന്തായിരുന്നു ഇൻവേഴ്സ് കിട്ടാനുള്ള പ്രോപ്പർട്ടി? എന്താണ്? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ. അപ്പോൾ ബി ആണ് എയുടെ ഇൻവേഴ്സ്. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആണെങ്കിൽ നമ്മൾ പറയും ബി എയുടെ ഇൻവേഴ്സ് ആണ്. തിരിച്ചുമായിരിക്കണം, ബി സ്റ്റാർ എക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇ കണ്ടുപിടിക്കണമല്ലോ. ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇ കണ്ടുപിടിക്കണം. അപ്പോൾ ഇ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓപ്പറേഷൻ എടുക്കുന്നു. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 6. ബിക്ക് പകരം ഇ ആണെന്ന് കൊടുക്കുക. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആണെങ്കിൽ, എ സ്റ്റാർ ഇ ഈക്വൽ ടു എ കിട്ടുകയാണെങ്കിൽ ഇ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ എന്ത് കിട്ടി? എ ഇ ബൈ 6. ഈ പ്രോപ്പർട്ടി പ്രകാരം എ ഇ ബൈ 6 ഈക്വൽ ടു എ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 6a. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 6 ആണെന്ന് പറയാം. ഇനി തിരിച്ചെടുത്താലും ഇങ്ങനെ കിട്ടുക. ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ എടുത്താലും ഇയുടെ വാല്യൂ 6 തന്നെയാണ് കിട്ടുക. ഇനി എന്താ കണ്ടത്? ബി കണ്ടുപിടിക്കണം. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബി ബൈ 6 ഈക്വൽ ടു ഇൻ്റെ വാല്യൂ കിട്ടി 6. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു 36. ബി ഈസ് ഈക്വൽ ടു 36 ബൈ എ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് 9 കിട്ടുക 36 ബൈ 9. 36 ബൈ 9 ഈസ് ഈക്വൽ ടു 4 എന്നാണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 3. ഇവിടെ സ്റ്റാർ ഓപ്പറേഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 3 ആണ്. ചെക്ക് സ്റ്റാർ ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണോന്ന് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക, കമ്മ്യൂട്ടേറ്റിവിറ്റിക്ക് എന്താ വരേണ്ടത്? എ സ്റ്റാർ ബി എടുത്താലും ബി സ്റ്റാർ എ എടുത്താലും സെയിം ആയിരിക്കണം. അപ്പോൾ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ നമ്മൾ പറയും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും, അല്ലെങ്കിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. അപ്പോൾ എ സ്റ്റാർ ബി എന്താ വരിക? എ ബി ബൈ 3 അല്ലേ? എ ബി ബൈ 3. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 3. ബി സ്റ്റാർ എന്താ വരിക? ഈ ഇതേ പ്രകാരം എ ഇൻറ്റു ബി ആണ് ഇവിടെ. അപ്പം ഇവിടെ എന്താ വരിക? ബി ഇൻറ്റു എ. ബി എ ബൈ 3. ഇത് രണ്ടും സെയിം അല്ലേ? എനെ ബിയോട് ഗുണിച്ച് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ബിനെ എ കൊണ്ട് ഗുണിച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടും സെയിം ആയിരിക്കും. എ ബി ബൈ 3 ഈസ് ഈക്വൽ ടു ബി എ ബൈ 3. ദർഫോർ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. ദർഫോർ കമ്മ്യൂട്ടേറ്റീവ് എന്ന് കിട്ടി. അപ്പം ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്.
ഇനി എന്താ നോക്കേണ്ടത്? നമ്മൾ അസോസിയേറ്റീവ് ആണോ നോക്കണം. അസോസിയേറ്റീവ് ആണോ നോക്കണം. എങ്ങനെ അസോസിയേറ്റീവ് ആണോ നോക്കുക? എ സ്റ്റാർ ബി സ്റ്റാർ സി ഇത് കാണുക അല്ലേ? അപ്പം എന്താ വരിക? എ സ്റ്റാർ ബി എന്താ? എ ബി ബൈ 3. ഇതെന്താ വരിക? എ ബി ബൈ 3 സ്റ്റാർ സി അല്ലേ? അടുത്ത എന്താ വരിക? എന്താ? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഗുണിച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇത് രണ്ടും ഗുണിച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബി എ ബി ബൈ 3. അപ്പോൾ ഇത് വീണ്ടും ഇത് രണ്ടും ഗുണിക്കുക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എ ബി ബൈ 3 ഇൻറ്റു സി ബൈ 3 ദാറ്റ് ഈസ് എ ബി സി ബൈ 9 എന്ന് കിട്ടും. എ ബി സി ബൈ 9. പിന്നെ അസോസിയേറ്റീവ് ഇനി എന്താ വേണ്ടത്? എ സ്റ്റാർ ബി സ്റ്റാർ സി കാണണം അല്ലേ? എ സ്റ്റാർ ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇപ്പോൾ ഈ ബ്രാക്കറ്റ് ഇവിടെയാണ്, ഇത് ബ്രാക്കറ്റ് ഇവിടെയാണ് അല്ലേ? ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെന്താ കണ്ട? എ സ്റ്റാർ ആദ്യം ബ്രാക്കറ്റിനുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനുള്ള. അപ്പം ബി സി ആണെങ്കിൽ എ ബി ആണെങ്കിൽ എ ബി ബൈ 3 ആണ്. അപ്പോൾ ബി സി ആണെങ്കിൽ ബി സി ബൈ 3 ബി സി ബൈ 3 അല്ലേ? അപ്പോൾ ഇവിടെയോ? ഇവിടെ ഇത് വീണ്ടും ഗുണിക്കുക എ ഇൻറ്റു ബി സി ബൈ 3 എന്നിട്ട് എന്ത് ചെയ്യണം? ഗുണിച്ചിട്ട് ബൈ 3. അപ്പോൾ എ ബി സി ബൈ 9 ഇവിടെയും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ പറയും ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറയും. Therefore, the given operation is commutative and associative. Clear? Question ആണ്. Let star be an operation. A star B equal to LCM of A and B ആണ്. LCM of A and B defined by on the set A is equal to set 1, 2, 3, 4, 5. Is star binary operation. Justify. ഇവിടെ പറഞ്ഞത് LCM ആണ് ഈ സെറ്റിൽ എടുക്കാൻ പറഞ്ഞത്. അതാണ് ഓപ്പറേഷൻ. ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷനോ അല്ലെ മൾട്ടിപ്ലിക്കേഷനോ ഒന്നുമല്ല. എന്താണ്? LCM എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോഴും ഇതിൻ്റെ ഓപ്പറേഷൻ ടേബിൾ എഴുതാൻ വേണ്ടി ചിലപ്പോൾ ആവശ്യപ്പെടും. ഓപ്പറേഷൻ ടേബിൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർ ഇങ്ങനെ അങ്ങോട്ട് എഴുതിയാൽ മതി. സ്റ്റാർ 1, 2, 3, 4, 5 ഇവിടെയും 1, 2, 3, 4, 5 ഇങ്ങനെ വരച്ചെഴുതുന്നതിനാണ് ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയാം. ഇങ്ങനെ വരച്ചെഴുതുന്നതിനാണ് ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയാം. ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? സ്റ്റാർ LCM ഓഫ് A and B ആ. LCM ഓഫ് 1 and 1 1, LCM ഓഫ് 1 and 2 2, LCM ഓഫ് 1 and 3 3, 1 and 4 4, 1 and 5 5. 2 and 1ൻ്റെ 2 ആണ് LCM. 2 and 2ൻ്റെ 2 ആണ് അല്ലേ? അങ്ങനെ ചെയ്ത് നോക്കുക. 2 2 കണ്ടോ? മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആണ്. 2 3ൻ്റെ എന്താ? 6 ആണ്. 2 4ൻ്റെ 4 ആണ് വരിക അല്ലേ? 2 4 ചെയ്ത് നോക്കിയാൽ കിട്ടും. 2 4 ഇങ്ങനെയല്ലേ LCM കാണുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 2 5ൻ്റെ 10, 3 1ൻ്റെ 3, 3 2ൻ്റെ 6, 3 3ൻ്റെ 3, 3 4ൻ്റെ 12, 3 5ൻ്റെ 15, 4 1ൻ്റെത് 4, 4 2ൻ്റെത് 4, 4 3ൻ്റെത് 12, 4 4ൻ്റെത് 4, 4 5ൻ്റെത് 20, 5 1ൻ്റെത് 5, 5 2ൻ്റെത് 10, 5 3ൻ്റെ 15, 5 4ൻ്റെ 20, 5 5ൻ്റെത് 5. ഇതാണ് ഇതിൻ്റെ LCM കണ്ടത് അല്ലേ? ഏത് രണ്ട് എലമെൻ്റ് എടുത്താലുള്ള LCM ഏതാണ് കണ്ടത്. ഇനി നോക്കുക, നമ്മളെ ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ എന്ത് വേണം? ഇവിടെ കിട്ടുന്ന എലമെൻറ്റ് ഇതിലെ എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണോ? ഇവിടെ 1 2 3 4 5 മാത്രമേ ഉള്ളൂ അവിടെ? അല്ലല്ലോ. ഇവിടെ 6 ഉണ്ട്, 10 ഉണ്ട്. അതൊന്നും എയിലെ എലമെൻ്റ് അല്ല അല്ലേ? അപ്പോൾ 6ഉം 10ഉം ഒക്കെ ഇതിൽ എലമെൻ്റ് ആണ്. അതുകൊണ്ട്
6 does not element in A. അല്ലെങ്കിൽ നമ്മൾ പറയാം 10 does not element in A. Therefore, it is not a binary operation. ഇപ്പോൾ ബൈനറി ഓപ്പറേഷനുള്ള കണ്ടീഷൻ എന്താണ്? ആ ഓപ്പറേഷൻ എടുത്താൽ അതിൽ കിട്ടുന്ന എലമെൻറ്റ്, ഔട്ട്പുട്ടായി കിട്ടുന്ന എലമെൻറ്റ് ഈ സെറ്റിലെ എലമെൻറ്റ് ആയിരിക്കണം. അങ്ങനെയല്ല ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ എന്തല്ല, ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. അതാണ് ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ defined by A star B equal to HCF of A and B. E star commutative. Second question, E star associative. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം. എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കുക. എ സ്റ്റാർ ബി കിട്ടുന്നതും ബി സ്റ്റാർ എ കിട്ടുന്നതും സെയിം ആയിരിക്കണം അല്ലേ. എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണെങ്കിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. എ സ്റ്റാർ ബി എന്താ വരിക? ഈ ഡെഫിനിഷൻ പ്രകാരം HCF ഓഫ് എ ആൻഡ് ബി. HCF ഓഫ് എ ആൻഡ് ബി അങ്ങനെയല്ലേ പറഞ്ഞത്? ദാറ്റ് ഈസ് ബി സ്റ്റാർ എന്താ? HCF ഓഫ് എന്താണ്? എ ആൻഡ് ബി ആൻഡ് എ അല്ലേ. നമുക്കറിയാം എൻ്റെയും ബിൻ്റെയും HCFും ബിൻ്റെയും എൻ്റെയും HCFും ഒന്ന് തന്നെയാണ് അല്ലേ. ഇപ്പം 10ൻ്റെയും 5ൻ്റെയും HCF എടുത്താൽ 5 വരിക അല്ലേ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇതിൽ 5 ആണ്. തിരിച്ചാണ് 5ൻ്റെയും 10ൻ്റെയും ആണെങ്കിൽ അപ്പോഴും 5 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ദർഫോർ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. ദർഫോർ ഇറ്റ് ഈസ് എന്ത് പറയാം? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഈ രണ്ടാമത്തെ ഭാഗം അസോസിയേറ്റീവ് ആണോ നോക്കണം. എങ്ങനെയാണ് അസോസിയേറ്റീവ് ആണോ നോക്കുക? അസോസിയേറ്റീവ് ആണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എടുത്ത് നോക്കുക. അപ്പം എന്താ എഴുതുക? HCF ഓഫ് അല്ലേ എ ബി അല്ലേ. HCF ഓഫ് എ ബി സ്റ്റാർ സി അല്ലേ. ഇങ്ങനെയല്ലേ വരും. ഇതിൻ്റെ HCF കാണുക സ്റ്റാർ സി. അപ്പം എന്ത് വരും? HCF ഓഫ് എ ബി സി എന്ന് വരും. ക്ലിയർ? അതുപോലെ എ സ്റ്റാർ ബി സ്റ്റാർ സി എടുത്ത് നോക്കുക. അപ്പം എ സ്റ്റാർ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. HCF ഓഫ് ബി ആൻഡ് സി. HCF ഓഫ് ബി ആൻഡ് സി ഇതൊന്നിന് ഈക്വലാണ് HCF ഓഫ് എ ബി സിക്ക് ഈക്വൽ ആണ് അല്ലേ. ദർഫോർ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് എഴുതാം. ദർഫോർ ദ ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്.